നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് നേപ്പാളില്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് വയറിന് ചെറിയൊരു പണിയൊക്കെ കിട്ടി. അങ്ങനെ ടയർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കട്ടൻ ചായ കുടിച്ച് ഇരിക്കുകയാണ്. പുറത്ത് നല്ല ഫോഗാണ്. രാവിലെ നല്ല ഫോഗായിരുന്നു. കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു രാവിലെ. ഇന്നലെ രാത്രിയല്ല, ഇന്നലെ ഒരു ഈവനിങ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഈ മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴ ഇന്നലെ. പിന്നെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇട്ടിട്ട് പോകുന്നു, ഒരു രക്ഷയില്ല മഴ. പിന്നെ ഫുള്ള് കോമഡി ആയിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ മറന്നു വീണ് ഫുള്ള് വൈസറൊക്കെ പൊട്ടി ടടാഷ്കായി. പുറം കാണിച്ചില്ല, അടിപൊളിയാകുമ്പോൾ വ്യൂ. പക്ഷെ ചെറുതായിട്ട് ഫോഗ് ഉണ്ട് ലോങ്ങിലൊക്കെ. നമ്മളെ ബൈക്ക് ഇത് എന്റെ ബൈക്ക്. ഇവിടുത്തെ ഈ വൈറ്റ് എക്സ്പൾസ് ജയേഷിൻ്റെ. എന്റെ ഫ്രണ്ട് വൈസറൊക്കെ ആകെ പൊട്ടിയാകുമ്പോൾ കാണാൻ പറ്റാണ്ട്. ഫ്രണ്ട് വൈസറൊന്നും ഇല്ല, ആകെ പൊട്ടി. എൻ്റെ കുഴപ്പമൊന്നുമില്ല, വീണിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് ഇത്ര വിഷ്വൽ പോലും ഇല്ലായിരുന്നു. രാവിലെ ഫുള്ള് മൂടി കിടക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊന്ന് ക്ലീനായി. കൊറ ടൗൺ ആണ് ഈ കാണുന്നത്, ഈ താഴത്ത്. അത് ഇവിടുത്തെ ലേക്ക്. ഈ ലേക്ക് ഇങ്ങനെ പോയി പിന്നെ കുറച്ച് റൈറ്റ് പോയി കഴിഞ്ഞാൽ അത് ഫുള്ള് വലിയ ലേക്കിലേക്ക് എത്തും. ആ സൈഡൊക്കെ അടിപൊളിയാകുമ്പോൾ അത്യാവശ്യം നല്ല ക്ലൗഡി ഉണ്ട് ടോപ്പിൽ. ഇപ്പൊ താഴത്തൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. നേരത്തിലൊക്കെ ഫുള്ള് ഫോഗ് മൂടി കിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണാത്ത. ഈ റൈറ്റ് സൈഡിലാണ് ലേക്ക് ഉള്ളത്, വലിയൊരു ലേക്ക് കാണുമ്പോൾ. അപ്പൊ കുറത്തെ സോ അങ്ങനെയാണ്. താഴത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമ്മളിതിട്ട് ഇറങ്ങിയിട്ടില്ല, പറ്റുകയാണെങ്കിൽ നാളെ ഇറങ്ങണം. രാവിലെ എണീറ്റപ്പോൾ ഇറങ്ങാന്ന്, പക്ഷെ ഭയങ്കര മടി. വേറെ റിസോർട്ട് നോക്കി കരുതി. പിന്നെ ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് വേറെ റിസോർട്ട് പോയി. ഞാൻ അത് ചെക്ക് ഇൻ ചെയ്ത് ചടങ്ങല്ല, അപ്പൊ അത് കാരണം നമ്മൾ എന്തോട്ട് സ്കിപ്പ് ആക്കി. അപ്പൊ ഇനി ഇവിടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ 3 days. നേരെ തിരിച്ച് കാഠ്മണ്ഡുവിൽ എത്തിയിട്ട് കാഠ്മണ്ഡുവിൽ വേറെ എടുക്കണം. കാഠ്മണ്ഡുവിൽ 1 day നമ്മൾ കാഠ്മണ്ഡുവിലുണ്ട് ഒരു ദിവസം. അപ്പോൾ അവിടെ ഇനി വേറെ സെറ്റാക്കണം റൂം. നല്ല റേറ്റ് ആകുമ്പോൾ കാഠ്മണ്ഡുവിൽ നോക്കിയിട്ട് മട്ടന്മാർ ചെയ്യണം. സോ ഗായ്സ്, ഗെറ്റ് റെഡി. ഗിയറപ്പ് ചെയ്ത് ബൂട്ടിട്ട് ഗിയറപ്പ്. ഇന്നലത്തെ സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മഴ എന്തുകൊണ്ടാണ്ട് വേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റേ നല്ല ഡ്രസ്സ് യൂസ് ചെയ്ത് കണ്ട് തിരിച്ച് പോകാൻ നേരത്ത് മാത്രം യൂസ് ചെയ്താൽ മതി. മറ്റേ ഫ്ലൈറ്റിൽ സ്മെല്ലായിരിക്കും, അതുകൊണ്ട് വാഷ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടുന്നില്ല. അത് കാരണം ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യണത് ബൈക്കിൽ പോകാൻ വേണ്ടി. അപ്പോൾ നാളെ വേറെ ഡ്രസ്സ് ഇടും. അപ്പോൾ 2 ദിവസം ഈ ഡ്രസ്സ് തന്നെ ആകുമ്പോൾ ഉള്ളത്തത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. മെയിൻ സാധനം ഉള്ളത്തതാണ് മാത്രം പുതിയത്, അലക്കുണങ്ങിയത്. ബാക്കിയൊക്കെ നേരത്തെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നല്ല വെതറെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. സോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം. ഐ ആം സോ എക്സൈറ്റഡ്, സെയിം ടൈം ഐ ആം പേടിയുണ്ട്, ഡെറിലൊക്കെ. സോ ജയേഷ് ഇവിടെ റെഡിയാണ്. എന്തെങ്കിലും പറയാട്ടോ താങ്കൾക്ക്? ഒന്നുമില്ല. ഓക്കെ. രാവിലെ ഞാൻ വയറ് സീനായി, 2 വട്ടം പോയി. അത് പ്രശ്നം. എനിക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു ഫുഡ് ഏതെങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ പണി കിട്ടും. വാട്ടർ ബാഗിൽ വെള്ളമുണ്ട്, ഇടക്കിടക്ക് വെള്ളം കുടിക്കാം. നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ട്. സോ ഐ എം ഹാപ്പി, സെയിം ടൈം സിക്ക്. കുഴപ്പമില്ല, എല്ലാം പേരിനോട് തെച്ച്. പീസ് ഔട്ട്, സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നു, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പവറാക്കി തരാം. താങ്ക് യു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോകട്ടെ. നമ്മുടെ വണ്ടി ഇവിടെ റെഡിയാണ്. ഗൈസ്, നമ്മൾ പാരാഗ്ലൈഡിംഗ് ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞാണ് മക്കളെ, നല്ല മഞ്ഞാണ്, ഒരു രക്ഷയില്ലാത്ത മഞ്ഞ്. നമ്മൾ ഈ പാരാഗ്ലൈഡിൻ്റെ ഏരിയയിലെത്തി. വയറ് സീനായി വാഷ്റൂമിലൊക്കെ പോയി ഒരു ലെമൺ ടീ അടിച്ചിങ്ങനെ വരും കേട്ടോ. നേരെ പാരാഗ്ലൈഡിൻ്റെ മെയിൻ ഏരിയക്ക് പൊക്കോണ്ടിരിക്കുക. അതാണ്ടോ ഏരിയ, പാരാഗ്ലൈഡിൻ്റെ ഏരിയയിലാണ് പൊക്കോണ്ടിരുന്നത്. ഇവിടെ നമ്മൾ വണ്ടിക്ക് നിർത്തിയിട്ടില്ല. നമ്മൾ ഒരു വണ്ടി, കാരണം താഴത്ത് പോയിട്ട് കേബിൾ കാറിൻ്റെ, പിന്നെ തിരിച്ചു വന്നാൽ കേബിൾ കാറിൽ വരണം. അപ്പോൾ കേബിൾ കാറിൻ്റെ മേലല്ലേ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ഒരു ബൈക്കിൽ നമ്മളുണ്ടല്ലോ, ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്. ജയേഷ് ഇവിടെ നമ്മളങ്ങോട്ട് പൊക്കോണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നിൽക്കണ്ടോ, അതാണ് ഏരിയ കേട്ടോ. അപ്പം പാരാഗ്ലൈഡിങ്ങിൻ്റെ ഏരിയ ആ പോകണ്ട. അപ്പോൾ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് അന്തരീക്ഷം. അപ്പോൾ എല്ലാവരും പറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാപ്റ്റനെ പോയി കണ്ടേ. ലൊക്കേഷനിൽ എത്തിയിട്ടാ ടയേർഡായുമ്പോൾ അവിടെ ഫുള്ള് വെയിറ്റിങ്ങിലാണ്. എന്താട്ടോ ഏരിയ വേറെ സീനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാണ് നല്ല ഫോഗ് വരാൻ തുടങ്ങി. ഇതാണ് ഏരിയ. ഈ കാണുന്നത് ടയർഡായി നടന്നു വന്നിട്ട്. വയറ് സീനായുണ്ട് എന്തൊക്കെയാ പോലെ. From here we start our paragliding. Our landing now is the cloud, so we are unable to see our landing. But when this cloud removes, then we will fly. Okay. So I think all of you book normal flight 15 to 25 minutes. But if you use the long flight, but probably if weather is good, then you can do. If not, then you cannot do. And if you like to do, then you have to pay extra 4,000 to your pilot. And if you like to do acrobatic, that is the one of the very fun part of the paragliding and very good energy.
If you wish to do acrobatic, you can tell to your pilot, okay? But for that also you have to pay extra 1500 to your pilot, okay? So do you have any question? Nothing. Okay, so I will give you the pilot name, so you will pick up and then Ajay? You go a little bit down there. Call you. Okay. From more down or? More down. Is it okay? Oh, നല്ല പേടിയുണ്ട് കേട്ടോ. Turn around. Let me check. Final check. Do like this. Okay. You do it like this. Okay. Give it. Come back. Turn around. You hold. Don't hold. You hold. Run. Take off. Stop. Stop. Walk forward. Keep walking. Keep walking. Run. Come inside. Put your hand in. It's right. Yes, right. Fine. You're comfortable? Yeah, comfortable. ഗൈസ് അങ്ങനെ പറന്ന് പൊക്കോണ്ട് കേട്ടോ. ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല പേടിയുണ്ട്, ചെറിയ വിറയലുണ്ട്. പറയണ കേൾക്കുന്നുണ്ടോ അറിയില്ല. മേ ബി ഇറ്റ് വിൽ നോട്ട് ലിസൺ. No. Catch it, boys also. ഓക്കെ. സോ നല്ല പേടിയുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. അത് ശരിക്കും ഒരു വട്ടം ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ഇവിടെ വന്നിട്ട് ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മോശമാണ്. ബഗ്ഗി ജമ്പിങ് ഞാൻ ചെയ്തില്ല, അപ്പോൾ ഇതെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. സോ ഗൈസ് സ്റ്റേ ട്യൂണേ. Play the camera like this. Yeah. Yeah. Scary also same time. Because actually I have height, a little bit of fear, but it's fine. You will show your height. Yeah. I will lose my fear here. Yeah. Thank you, bro. I really appreciate you. Okay. Yeah, I really appreciate you. Your name? Vishwas. This was. Yeah. I meet one guy from temple. The
there is one view temple. So I meet one guy there. So his name also Vishwas. മച്ചമാരെ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് കാണുക, ഭൂഗോളത്തിന്റെ സ്പന്ദനം. ചിരി വരുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, മൊത്തത്തിലൊരു പ്രത്യേക ഒരു അവസ്ഥയാണ്. ഫോഗ് വരുന്നുണ്ട്, നല്ല ഫോഗ് കേട്ടോ, ഫുള്ള് മൂടിപ്പോ, ഒരു വിഷ്വലും ഇല്ല അമ്പോ. നല്ല ഫോഗ് മൂടിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നല്ല പെയിനാണ് കേട്ടോ, നല്ല വേദന തുടങ്ങി കയ്യെ. Good brother? Yeah. Nice. Yeah. Bye-bye to camera. Bye-bye. See you. See you next video. See you. Yeah. You know, when I go you heard about Wonderla? Like roller coaster, like this games, right? Right? So very few actually. So many times I try this like these things, but my fear never got lost. Yeah. Enjoy that? Yeah. Okay. Thank you. So bye-bye. Bye-bye. നമ്മളങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്തിറങ്ങിയിട്ട് ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇരുന്ന് കണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ താഴത്തേക്കുള്ള വ്യൂ കിട്ടിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ആളുടെ ക്യാമറ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആളോട് ചോദിക്കും കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല, ആൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയാകുമ്പോൾ പുള്ളിയാകുമ്പോൾ എന്തായാലും വരുന്ന ഇങ്ങോട്ട് ആൾക്കാർ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം, പാരാഗ്ലൈഡിങ് ചെയ്യണം. അത് ഒരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എന്തായാലും ഒരു വട്ടം ചെയ്യണം. ഞാൻ ഇവരുടെ നമ്പറോ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, വീഡിയോയിലും ആഡ് ചെയ്യാം. സോ അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും.
പിന്നെ ആളെ പരിചയപ്പെടുത്തും. Hello, Introduce yourself. it's me Biswas, okay? Yeah, he's here with us. He did very great job. He supported me very well in takeoff, landing. He did very good. Thank you. You guys can come fly with us. Jai Nepal. Yeah, and you can explain your experience, all the things. Yeah, I've been from 2013. I've been long days till now. I'm flying here. Yeah, it's very good, very adventure. It's adventure, guys. So you guys must come. We will fly together. Yes. I fly, I make you bored. Yeah. Okay, see you. ആക്ച്വലി ആളൊന്ന് ഫ്ലിപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്പ് ചെയ്യാന്ന് റേജി ഓഫ് ഫെൻസിംഗ് ആയിട്ട് തിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്, എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് ഇയറിൻ്റെ പറയാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നിർത്താൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടി. പക്ഷെ ആൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ്, റിയലി ഗ്രേറ്റ്, അടിപൊളിയായിരുന്നു. പിന്നെ ജയേഷ് വരുന്നുണ്ട്. ജയേഷ് എത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇവിടുന്ന് വിടാം. പിന്നെ ആളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും, ആൾക്ക് ഉപകാരപ്പെടും. ആൾ അടിപൊളിയാട്ടോ, അപ്പോൾ പൊളിയാണ് പുള്ളി. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇനിയും വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ വരും.